ഓക്കെ. എല്ലാവരെയും ഇന്നത്തെ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കുറെ ആയില്ലേ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരിക. സുഖാണ്. സുഖമായിട്ട് പോകും അല്ലേ? ഇപ്പൊ കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരിക. ഹാപ്പി മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയുമോ? ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മുടെ ആഗ്രഹിച്ചിട്ട് ലൈഫ് എങ്ങനെ നേടിയെടുക്കാം. നമ്മുടെ എന്താണ് മാനിഫെസ്റ്റേഷൻ? എന്താണ് മാനിഫെസ്റ്റേഷൻ? എന്താണ് കേട്ടിട്ടുണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ അതുപോലെ മാനിഫെസ്റ്റേഷൻ കേട്ടിട്ടുണ്ടോ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മുടെ തോട്ട്സ്, അതുപോലെ ഇമോഷൻസ്, ബിലീഫ്, ഫോക്കസ്, ആക്ഷൻ ഇവയെല്ലാം ചേർന്ന് നമ്മുടെ ലൈഫ് ലൈഫിന്റെ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ തോട്ട്സും ഇമോഷനും ബിലീഫും ഫോക്കസും ആക്ഷനും എല്ലാം ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിച്ച കാര്യം ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതിനാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കരുതുന്നത് എന്താണ്, നമ്മുടെ ലൈഫ് പുറത്താണ് സംഭവിക്കുന്നത് അല്ലേ? പക്ഷെ അതിന്റെ റിയാലിറ്റി എന്താണ്? ഒരു മനുഷ്യന്റെ ഇന്നർ വേൾഡ് തന്നെയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ അകത്തെ ലോകമാണ്. പുറമേയുള്ള കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ പുറമേ കാര്യങ്ങളൊക്കെ റെഡിയാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ പുറമേയുള്ള കാര്യങ്ങളാണ് റെഡിയാക്കാൻ ശ്രമിക്കുന്നത്, ഇല്ലേ? മറ്റുള്ള ആളുകളെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. പല കാര്യങ്ങളും നമ്മൾ പുറത്താണ് സംഭവിക്കുന്നത് വിചാരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ കാര്യങ്ങൾ റെഡി ആവേണ്ടത്. അപ്പോഴാണ് പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് റെഡിയായി വരുന്നത്. ഇപ്പൊ ഒരാളിന് എപ്പോഴും ഫിയർ ആണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഫിയർ ആണെങ്കിൽ, അവർ ഡിസിഷൻ എടുക്കുന്നത് ഫിയറിൽ നിന്നായിരിക്കും. ഒരാളിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിലോ, അവർ ഓപ്പർച്യൂണിറ്റി, പല വ്യത്യസ്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ അവർ കാണാൻ തുടങ്ങും. അതായത് ഒരേ ലോകത്ത് ജീവിച്ച ആളുകൾ മൈൻഡ് സെറ്റ് മാറുന്നതിനനുസരിച്ച് അല്ലേ, ഒരേ ലോകത്തുള്ള പല ആളുകളുടെയും പല മൈൻഡ് സെറ്റ് ആയിരിക്കും. അപ്പൊ അവരുടെ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ്? വ്യത്യസ്തമായിരിക്കും. മാജിക്, എന്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് അല്ല. ഇത് ഞാൻ നമ്മൾ ചിന്തിച്ച ഉടനെ കിട്ടും എന്ന ലെവലിലുള്ള ഒരു കാര്യമല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ അലൈൻമെന്റ് ആണ്, അതേപോലെ ഇമോഷണൽ അലൈൻമെന്റ് ആണ്, ബിലീഫിന്റെ അലൈൻമെന്റ് ആണ്, ആക്ഷന്റെ അലൈൻമെന്റ് ആണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ഡ്രീം ലൈഫ് നേടിയിരിക്കുന്നത് എങ്ങനെ? അപ്പൊ നമ്മുടെ ഡ്രീം ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മളെല്ലാവരും പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് എന്താണ്? വലിയ വീട് വെക്കാം, ലക്ഷറി കാറ് മേടിക്കാം, അല്ലേ? അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് ഏൺ ചെയ്യാം, ആഗ്രഹിച്ച ഒരുപാട് പണം ഏൺ ചെയ്യാം എന്നുള്ളതാണ് പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പലർക്കും ഡ്രീം ലൈഫ് എന്ന് പറയുന്നത് എന്താ? വലിയ വീട്, നല്ല ഇൻകം, ഫെയിം ആവണം, സക്സസ് ആവണം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ? പക്ഷെ റിയൽ ഡ്രീം ലൈഫ് എന്നത് എന്താണ്? അത് കുറച്ചുകൂടി ഡീപ്പറായിട്ട്, കുറച്ചുകൂടി ആഴത്തിൽ ഉള്ളൊരു കാര്യമാണ്. ഡ്രീം ലൈഫ് എന്ന് പറയുന്നത് സമാധാനമുള്ളൊരു ലൈഫ്, പീസ് ഉള്ളൊരു ലൈഫ് അല്ലേ? ഫ്രീഡം. സോറി കേട്ടോ. അപ്പോ നമുക്ക് സമാധാനമുള്ള ഒരു ജീവിതം, അതേപോലെ നമുക്ക് ലൈഫിൽ ഒരു ഫ്രീഡം, ഹെൽത്തി റിലേഷൻഷിപ്പ്, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ ഇമോഷണൽ ബാലൻസ്, സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് അല്ലേ? പല ആളുകളും സ്ട്രെസ്സിലൂടെയാണ് പോകുന്നത്. പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇതെല്ലാം ഉള്ളൊരു ജീവിതമായിരിക്കും. പലർക്കും മണി ഉണ്ടെങ്കിലും, സമ്പത്ത് ഉണ്ടെങ്കിലും, ക്യാഷ് ഉണ്ടെങ്കിലും സമാധാനം ഉണ്ടാവാറില്ല അല്ലെ? ചിലർക്ക് സക്സസ് ഉണ്ടാവും, പക്ഷെ ഹാപ്പിനെസ് ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് ഡ്രീം ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന അച്ചീവ്മെന്റ് മാത്രമല്ല, നമ്മൾ അകത്ത് ഫീൽ ചെയ്യുന്ന നമ്മൾ ഫുൾഫിൽമെന്റും കൂടെയാണ്. നമ്മൾ പൂർത്തീകരിച്ച കാര്യം കൂടിയാണ് നമ്മുടെ ഉള്ളിൽ. ഇപ്പൊ എന്തുകൊണ്ടാണ് ചില ആളുകൾ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം അട്രാക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നത്? കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരും കേട്ടോ. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് പോവാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ പോവാം. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ചില ആളുകൾ മാത്രം അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ പെട്ടെന്ന് അവരുടെ ലൈഫിലേക്ക് വരുന്നത്? ഇത് കുറെ എല്ലാം കണ്ടിട്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? എനിക്ക് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ചാറ്റിൽ ഇടാം. ചില ആളുകൾ നോക്കുമ്പോൾ നമുക്ക് തോന്നൂല്ലേ, അവർക്ക് ഓപ്പർച്യൂണിറ്റി. ആ, പറഞ്ഞോളൂ. നാം സംസാരിച്ചോ? ഓക്കെ ഓക്കെ. അപ്പോ ശരിയല്ല. ചില ആളുകളെ നോക്കുമ്പോൾ നമുക്ക് തോന്നൂല്ലേ, അവർ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ അവരെ തേടി വരുന്നതായിട്ട് തോന്നും അല്ലേ? അവർക്ക് റൈറ്റ് ആയിട്ടുള്ള പീപ്പിള്, റൈറ്റ് ആയിട്ടുള്ള ആളുകളെ പെട്ടെന്ന് അവരെ കണക്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? അവർക്ക് ആവശ്യമുള്ള ആളുകളെ അവർ പെട്ടെന്നായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. അവർ ചില ആളുകൾക്ക് അവരുടെ എനർജി ഹൈ അങ്ങനെ. ആയത് കൊണ്ടല്ലേ സാറ്? അതെ അവരുടെ അതെ അതെ എനർജി ഹൈ ആയത് കൊണ്ടല്ലേ? അതെ 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 അവരുടെ എനർജി ഹൈ ആയതുകൊണ്ടാണ്. പിന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നതാണ് അല്ലേ? ചില ആളുകൾ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. ചില ആളുകളുടെ ലൈഫ് ഭയങ്കര ഒരു ഫ്ലോയിൽ സ്മൂത്ത് ആയിട്ട് പോകുന്ന കാണുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ? അവരുടെ ഉള്ളിലെ ഇൻവെസ്റ്റേറ്റ് റെസിസ്റ്റൻസ് കുറവാണ്. അവരുടെ ഉള്ളിൽ അവര് കാമാൻറ്റീസ്. സ്ഥിരമായിട്ട് ഉണ്ട്. അവര് അവരുടെ കാമാൻറ്റീസ് ഉള്ളിൽ. ആയിരിക്കും. അതെ 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 അതെ. അപ്പൊ അവരുടെ ഉള്ളിൽ അവര് സ്ഥിരമായിട്ട് ഡൗട്ട് ചെയ്യാറില്ല അല്ലെ? അവർക്ക് സംശയം ഉണ്ടാവാറില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് സംശയം ഉണ്ടാവരുത്. അവർ ചിലപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരിത് ടെക്നിക്കുകളൊക്കെ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൽ അവർക്ക് ഡൗട്ട് ഉണ്ടാവാറില്ല, അവർക്ക് അതിന് ഫിയർ ഉണ്ടാവാറില്ല. ഇല്ലേ? ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ നമ്മൾ പറയുന്നത്, നമ്മൾ ആഗ്രഹിച്ച ലൈഫ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിന് സംശയം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത്രത്തോളം വിശ്വാസം അതിലുണ്ടാവണമെന്ന് പറയാറുണ്ട്. നിങ്ങൾക്കിതിൽ അവർക്കതിൽ ഡൗട്ട് ഉണ്ടാവാറില്ല, അവര് ഫിയറിൽ ജീവിക്കാറില്ല, അവര് അതിന് അർഹനല്ലെന്ന് ഫീൽ ചെയ്യാറില്ല അല്ലേ? ചില ആളുകൾ പറയില്ല, എനിക്കൊന്നും പല ആളുകളും പറയുന്നിട്ടില്ല, ഞങ്ങൾ പാവങ്ങളാണ്, ഇതൊന്നും നേടാനുള്ളൊരു കഴിവും എനിക്കില്ല, ഞാൻ പാവമില്ല അല്ലേ, ഞാൻ പാവമായിട്ടാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്, അപ്പൊ ഞാൻ ഇതൊന്നും ആഗ്രഹിക്കാനുള്ളൊരു, മൈൻഡ് ആഗ്രഹിക്കാൻ സെറ്റ്. പോലും അല്ലെങ്കിൽ അതെ, ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് അർഹതയില്ല എന്ന് ചിന്തിക്കാറുണ്ട് അല്ലേ? അങ്ങനെ ആഗ്രഹിക്കാൻ പോലും പാടില്ല. അതൊക്കെ വലിയ ആളുകൾക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ഇത്തരത്തിലുള്ള ആളുകളൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. അവർക്കെല്ലാം ഡിസേർവ് ആണ് എന്നുള്ള മാത്രം അവർ ചിന്തിക്കാറുള്ളൂ. എല്ലാ ഓപ്പർച്യൂണിറ്റിയും, പിന്നെ അവരിൽ എല്ലാ ഓപ്പർച്യൂണിറ്റി റിജക്ട് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഇല്ല. പല ആളുകൾക്കും ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നമ്മൾ പേടിക്കാറുണ്ടല്ലോ, നല്ല അവസരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പേടി വരാറുണ്ട്. ചില ആളുകൾ ഇത് എന്താവോ, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, ഇല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പണി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും ചിന്തിക്കാറുണ്ട്. ഇവർക്ക് അങ്ങനെ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അവരുടെ മൈൻഡ് എപ്പോഴും, അവരുടെ മൈൻഡ് ഫോക്കസ് ചെയ്യുന്നത് പോസിബിലിറ്റിയിലാണ്. അവര് ഉള്ളിൽ ബിലീവ് ചെയ്യുന്ന കാര്യം എന്താണ്? എനിക്കിത് പോസിബിൾ ആണ്, ലൈഫ് എനിക്ക് എതിരല്ല, എനിക്ക് അഗെയിൻസ്റ്റ് അല്ല എന്നുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. നല്ല കാര്യങ്ങൾ എപ്പോഴും എൻ്റെ ലൈഫിൽ നല്ല കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചിന്ത അവർക്ക് ഉണ്ടാവും. അപ്പോൾ നേരത്തെ അനിതാമൻ പറഞ്ഞ പോലെ അവരുടെ ഉള്ളിലുള്ള എനർജിയാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ബിലീഫ്, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അവരുടെ എനർജി ചേഞ്ച് ചെയ്യും.
അപ്പൊ എനർജി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ വരുന്ന സമയത്ത് എനർജി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അവരെടുക്കുന്ന തീരുമാനങ്ങൾ മാറും അല്ലേ? അവരുടെ ബോഡി ലാംഗ്വേജ് മാറും, അവരുടെ കമ്മ്യൂണിക്കേഷൻ മാറും, അവർ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ അവർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. തേടി വരും. അതെ, ഓപ്പർച്യൂണിറ്റികൾ വരും. അപ്പൊ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതിന് അവരെടുക്കുന്ന ആക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് അവർക്ക് അട്രാക്ഷൻ ഈസി ആയിട്ട് നടക്കും തോന്നും. ഓ, അപ്പൊ ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ. ചില ആളുകൾക്ക് അടുത്ത പോയിന്റ്, ചില ആളുകൾക്ക് എന്തുകൊണ്ടാണ് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യാറ്? പനി ഉണ്ടായിരുന്നു, അപ്പൊ അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഓക്കെ, പല ആളുകൾക്കും പല ആളുകളും എന്തുകൊണ്ടാണ് ലൈഫ് സ്റ്റക്കായിട്ട് പോകുന്നത്? എല്ലാവർക്കും ചേഞ്ച് വേണം അല്ലേ? എല്ലാവർക്കും മാറ്റം വേണം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ലൈഫിൽ ഒരു ചേഞ്ച് വേണം, മാറ്റം വേണം. ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിലും അവർക്ക് ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അവരുടെ ഉള്ളില് അവരെ പഴയ ഐഡന്റിറ്റിയിലെ നമ്മൾ സെഷനിലൊക്കെ പറയാറുണ്ട്, നമ്മുടെ ഐഡന്റിറ്റി ഹോൾഡ് ചെയ്യപ്പെടും അല്ലേ? അത് അവിടെ അങ്ങനെ ഹോൾഡ് ചെയ്ത് ഇതിലായിരിക്കും വെച്ചിട്ടുണ്ടാവും. അത്. അപ്പൊ അവര് പാസ്റ്റത്തെ ചിന്തകൾ. അതെ അതെ, അവരങ്ങനെ അവിടെ സ്റ്റക്കായി വെക്കും അല്ലേ? അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവും, ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ്, ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെയാണെന്നുള്ളൊരു അവരുടെ ഉള്ളിലൊരു അവർക്കൊരു ഇമേജ് ഉണ്ടാവും. അപ്പൊ ഒരാളിന് സക്സസ് വേണം അല്ലേ? നമുക്ക് സക്സസ് വേണം, നമുക്ക് വിജയിക്കണം, നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കണം ഉണ്ടാവും. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താ വരുന്നത്? അവിടെ ഉള്ളത് ഞാനിതിന് അർഹനല്ല, നേരത്തെ പറഞ്ഞ പോലെ ഞാനിതിന് അർഹനല്ല, എനിക്കത് പറ്റില്ല അല്ലേ? എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ലൈഫ് എന്ന് പറഞ്ഞ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, ഭയങ്കര ഹാർഡാണ്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? ജീവിക്കണം എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. മണി എന്ന് പറഞ്ഞ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടണം. അല്ലെങ്കിൽ സമ്പത്ത് വരുമ്പോൾ തെറ്റിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, ഡേഞ്ചറാണ്. അങ്ങനത്തെ ഒരുപാട് ചിന്തകള് അവരുടെ മൈൻഡിൽ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ഇത് പറഞ്ഞ നമ്മുടെ ഒരു പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളില് ചെറുപ്പം മുതൽ നമ്മൾ കണ്ടും വളർന്നു വന്ന കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെ ആയി മാറുന്നത്. അപ്പൊ ഇത്തരം ബിലീഫ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ നമ്മള് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പിന്നോട്ട് വലിക്കും ഇത്തരം ചിന്തകൾ കൊണ്ടും. ഇല്ലേ? ഇത്തരം ചിന്തകൾ കൊണ്ട് നമ്മളെ പിന്നോട്ട് വലിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഓവർ തിങ്കിങ് വരാൻ തുടങ്ങും അല്ലേ? ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിന്തിക്കും. ചില ആളുകളുടെ കാര്യങ്ങൾ, ചില ആളുകളെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ തന്നെ കുറിച്ച് നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും, ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. നമുക്ക് സംശയം ഉണ്ടാവും അല്ലേ? നമുക്ക് ഫിയർ ഉണ്ടാവും, മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ കമ്പയർ ചെയ്യും, മറ്റുള്ളവരുമായിട്ട് നമ്മളെ ലൈഫ് കമ്പയർ ചെയ്യാൻ തുടങ്ങും. നെഗറ്റീവ് എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്യും. നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ലോലി ഇത്തരം കാര്യങ്ങൾ, ഈ ഓവർ തിങ്കിങ്, ഡൗട്ട്, ഫിയർ, കമ്പയർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ പതുക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ എനർജി ട്രെയിൻ ചെയ്യപ്പെടും. അപ്പൊ നമ്മുടെ മൈൻഡ് സർവൈവൽ മോഡിലാണെങ്കിലും നമ്മുടെ എക്സ്പാൻഷൻ ഡിഫിക്കൽട്ടായിട്ട് മാറും. നമ്മുടെ ഇത്തരം ചിന്തകൾ, ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതിൽ, നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഈ പോയിന്റ് ക്ലിയർ ആയോ? യെസ്. ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ്, എക്സ്റ്റേണൽ റിയാലിറ്റി, ഇന്റേണൽ റിയാലിറ്റി.
നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ പല ആളുകളും പുറമേയുള്ള വേൾഡ് അല്ലെ, പുറമേ കാണുന്ന കാര്യങ്ങൾ ചേഞ്ച് ആകുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്ന കരുതുന്നത് അല്ലെ. നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, സമ്പത്ത് വന്നു കഴിഞ്ഞാൽ, നല്ല റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ, സക്സസ് ആയി കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആവും അല്ലേ. നമ്മൾ പറയുന്നതാണ്, എനിക്ക് ആ കാര്യം എൻ്റെ എനിക്ക് ആ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, എനിക്ക് ഹാപ്പി ആവും. അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ ഈ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ്, എൻ്റെ ഫ്രണ്ട്സ്, ഇവരൊന്നും ഞാൻ ആഗ്രഹിച്ച പോലെയല്ല, അവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അങ്ങനെയാണ്. അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ സംസാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. അതുപോലെ റിലേഷൻഷിപ്പ്, മണി, സക്സസ് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, അപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആവും. പക്ഷെ മാനിഫെസ്റ്റേഷന്റെ ഭാഗത്തു നിന്ന് കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ ഇന്നർ റിയാലിറ്റിയാണ് ആദ്യം. അപ്പൊ നമ്മുടെ തോട്ട്, തോട്ട്സ്. നമ്മളെ ഓക്കെ. ബിലീഫ്, അതെ, തോട്ട്സ്, നമ്മുടെ ബിലീഫ്, ഇമോഷണൽ പാറ്റേൺസ്, നമ്മുടെ സെൽഫ് ഇമേജ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ്, എക്സ്റ്റേണൽ റിയാലിറ്റി എന്ന് പറയുന്നതാണ് റിസൾട്ട്, നമ്മുടെ റിലേഷൻഷിപ്പ്, ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ലൈഫ് സ്റ്റൈല്, എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മുടെ ഈ ഔട്ടർ വേൾഡ് പുറമേ കാണുന്ന നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് എന്താണ്? നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഫീൽ ചെയ്യുന്നതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പുറമെ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നല്ലേ, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നതാണ്, അല്ലെങ്കിൽ നന്നായിട്ട് ഓവർ തിങ്കിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുന്നില്ല, ചില കാര്യങ്ങൾ ചെയ്യാനോ പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പോലും പേടിയുണ്ടെങ്കിൽ, പല ആളുകൾക്കും പല കാര്യങ്ങളിൽ പേടിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുറത്തും അതായി മാറും. നിങ്ങൾക്ക് ഉള്ളിൽ കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ പുറമെ നിങ്ങളുടെ ആക്ഷനിലും, നമ്മുടെ ആക്ഷനിലൊക്കെ നമുക്ക് ക്ലാരിറ്റി കാണും. അപ്പൊ നമ്മുടെ റിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലാണ് തുടങ്ങുന്നത്. Okay. അടുത്തത് മൈൻഡ്, ഇമോഷൻ, എനർജി, ആക്ഷൻ, റിസൾട്ട്. ഇവിടെ ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനിലേക്ക്. ഇതൊരു സിമ്പിൾ സെന്റൻസ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് മാനിഫെസ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിന്റെ ഒരു കംപ്ലീറ്റ് ഫ്ലോ ഇതിലുണ്ട്. നമ്മുടെ മൈൻഡ്, ഇമോഷൻ, എനർജി, ആക്ഷൻ, റിസൾട്ട്. അതായത് നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് റിസൾട്ട്, നമ്മുടെ ലൈഫിലൊക്കെ എന്ത് റിസൾട്ട് വരുന്നു എന്ന് നോക്കിയാൽ അതിന്റെ പിന്നില് നമുക്ക് കാണാൻ പറ്റാത്ത, ഡയറക്റ്റായി കാണാൻ പറ്റാത്ത ഒരു ഇന്റേണൽ ചെയിനാണ് ഉണ്ടാവും. ആ ചെയിനാണ് ഇത്, നമ്മുടെ മൈൻഡ്, ഇമോഷൻ, എനർജി, ആക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് മൈൻഡ്? എന്താണ്? എല്ലാം തുടങ്ങുന്ന മൈൻഡിൽ നിന്നാണ് അല്ലെ. ഒന്നാമത്തെ പോയിന്റ് മൈൻഡ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ മനസ്സിൽ നിന്നാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട്, ഒരു ദിവസം ആയിരക്കണക്കിന് ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. പറയാറുണ്ട് 30,000 മുതൽ 60,000 ചിന്തകൾ വരെ ഒരു ദിവസം ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. നമ്മള് മൈൻഡ് പവർ ഒക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് എന്താണ് വരുന്നത്? ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ഇന്നലെ ചിന്തിച്ചതും മുൻപ് ചിന്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത് അല്ലെ. അതിൽ നിന്ന് വരുന്നുണ്ട് നമുക്കിത് അല്ലെ, നമുക്ക് സാധിക്കും. ഇപ്പോഴും പറയുന്ന പോലെ എൻ്റെ ലൈഫ് മാറും, എനിക്കിത് സാധിക്കും, ഞാൻ ഇതിന് അർഹനാണോ, സമ്പത്ത് വരുമോ എനിക്ക്, ഞാൻ ആഗ്രഹിച്ച ഒരു ലൈഫ് കിട്ടും, എൻ്റെ റിലേഷൻഷിപ്പ് ക്ലിയർ ആവും, അങ്ങനെ ഒരുപാട് ഡൗട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചിന്തകൾ വരില്ലേ. എന്നെ ആളുകളെ അക്സെപ്റ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള തോട്ട്സ് നമ്മുടെ മൈൻഡിൽ റിപ്പീറ്റഡ് ആവുന്നു, റിപ്പീറ്റ് ആയിട്ട് വരുന്നു.
ഇപ്പൊ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ടർ പോലെയാണ്. നമ്മുടെ ഉള്ളിലെ ആ തോട്ട്സ്, ആ പാറ്റേൺസ് നമ്മുടെ പുറമെ പതിയെ ഷേപ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പുറമേ ഉള്ള ജീവിതം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ലൈഫ് മാറും, സമ്പത്ത് വരും, ആളുകൾ എന്നെ അക്സെപ്റ്റ് ചെയ്യും, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടും, അല്ലെങ്കിൽ എൻ്റെ ഭയം മാറും, എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകൾ നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതോടെ പറഞ്ഞ പോലെ ഒരു പ്രൊജക്ടർ പോലെയാണ്. നമുക്കത് പുറമേ നമ്മുടെ ലൈഫിലും നമ്മളറിയാതെ സ്ലോലി നമ്മളെ ഷേപ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ റിപ്പീറ്റഡ്ലി എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിന് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് സത്യമാണെന്ന് കരുതിയിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിന് സത്യം എന്താണ് കള്ളെന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്താണോ, നമ്മൾ എന്ത് ചിന്തയാണോ കൊടുക്കുന്നത് അതവിടെ വിശ്വസിക്കുന്ന പറയുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സ്റ്റോർ ചെയ്ത് വെക്കും, സംഭവിക്കും. സംഭവിക്കും. അപ്പൊ അതാണ് നമ്മൾ എപ്പോഴും പരാതിയും പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചില ആളുകളുണ്ടല്ലോ, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എൻ്റെ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് കയറാൻ പറ്റുന്നില്ല, എന്നും തന്നെയാണ് ദുരിത ജീവിതമാണെന്നൊക്കെ പറയുന്ന പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട് അല്ലേ? അപ്പൊ അത് പറയുമ്പോ അവരുടെ ഫീല് നോക്കണം. എത്രത്തോളം അവരുടെ ഫേസിലൊക്കെ ഒന്ന് കാണാൻ പറ്റും, അവരുടെ വാക്കിലൊക്കെ, ആ ഒരു വോയിസിൽ വരെ നമുക്കത് നമുക്ക് വരെ അത് ഫീൽ ചെയ്യും ചില ആളുകൾ പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ എന്താണോ റിപ്പീറ്റ്ലി നമ്മൾ മൈൻഡിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ഇത് നമ്മുടെ ബ്രെയിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഫോക്കസും എല്ലാം ഡേഞ്ചർ ആണെന്ന് പറയുന്നത്, അതേപോലെ പവർഫുൾ ആണെന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് അത്ര ദുർബലമായിട്ടുള്ള കാര്യമാണ്, അപ്പൊ അതേപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അടുത്തത് ഇമോഷൻസ്, അടുത്ത പോയിന്റ് കേട്ടോ. നമ്മുടെ മൈൻഡിലേക്ക് ചിന്തകൾ വരുന്നു. അപ്പൊ നമ്മുടെ ചിന്തകൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തകൾ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ആക്ഷൻ. ആക്ഷനിലേക്ക് എത്തുന്നുള്ളൂ. നമുക്ക് ഇമോഷൻ വേണം അല്ലെ? തോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇമോഷൻ ഉണ്ടാവണം അല്ലേ? നമ്മുടെ തോട്ട് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു പവർ ഇല്ല അല്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പറഞ്ഞു 30,000 മുതൽ 60,000 വരെയുള്ള ചിന്തകൾ ഒരു ദിവസം നമ്മുടെ ഉള്ളിലൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാ ചിന്തകളും, എല്ലാ ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഫോക്കസ് നമ്മുടെ ചെയ്ത് ലൈഫിൽ നോക്കണം. നടക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഇമോഷൻ പ്രധാനമാണ് അല്ലേ? നമ്മുടെ ഫീല്, നമ്മൾ ഫീൽ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ പരാതികളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളാണ് നമ്മൾ എപ്പോഴും ഫീൽ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? പറയുമ്പോൾ ആ ഫീൽ ഉണ്ടാവും ഇല്ലേ? നമ്മുടെ പരാതിയൊക്കെ പറയുമ്പോൾ, നമ്മൾ പ്രോബ്ലം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സൗണ്ടൊക്കെ ഇങ്ങനെ കുറഞ്ഞ് നമ്മുടെ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ മാറിയിട്ട് ആ ഫീലൊക്കെ കാണാൻ പറ്റില്ലേ? അപ്പൊ ആ ഒരു ഫീലും കൂടെ നമ്മുടെ തോട്ടിന് ആ ഒരു ഫീലും കൂടെ വേണം. അപ്പോൾ നമ്മുടെ ആ തോട്ടിൽ കൊടുക്കുന്ന ഫീലിങ്സ് ആണ് നമ്മുടെ ഇമോഷനാണ് അതിന്റെ എനർജി നൽകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഇമോഷൻ കൊടുക്കാൻ, നിങ്ങൾക്ക് ആ ഫീല് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, തോട്ടിൽ ആ ഫീല് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് അതിനൊരു എനർജി നൽകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ പറയുന്നു ഞാൻ സക്സസ്ഫുൾ ആവാം, പറയുന്നു, പുറമേ നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിൽ എന്താണ്, നമ്മുടെ ഫീൽ എന്താണ്? ഫിയർ ഉണ്ടായിരിക്കും, ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇത് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? എനിക്കത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ പേടി ഉണ്ടായിരിക്കും. ആ തരത്തിലുള്ള ചിന്തകളും ആ കാര്യങ്ങൾ വന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ആ തോട്ട് വീക്ക് ആവും അല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നതിൽ ഒരു കാര്യം ഉണ്ടാവും, എനിക്ക് സക്സസ് ആവണം, എൻ്റെ ലൈഫ് മാറണം, ചേഞ്ച് ആവണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും, പുറമെ നിങ്ങൾ ഒരാളോട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ പുറമെ തന്നെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ തോട്ടിൽ, നിങ്ങളുടെ ഫീൽ ഇതാണെങ്കിൽ, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ തോട്ട് വീക്കായി പോകും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ സംഭവിക്കുക. എല്ലാവരിലും മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട്.
നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എന്താണ് നമ്മുടെ തോട്ട്, നമ്മുടെ ആ ഫീലിങ്സ്, നമ്മുടെ ആക്ഷൻ, അതെല്ലാം കൂടെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആവും എന്ന് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇത്തരം ചിന്തകളാണെങ്കിൽ നമ്മുടെ തോട്ട് വീക്കാവും. അതേസമയം മറ്റൊരാള് ഞാൻ കോൺഫിഡന്റ് ആണ്, കാമായിട്ട് കോൺഫിഡന്റോടുകൂടി അതേ തോട്ട് ഫീൽ ചെയ്താല് എന്താ സംഭവിക്കാം? അതിന്റെ റിസൾട്ട് മാറൂലേ? അപ്പോ ഇമോഷനാണ് ആ തോട്ടിനെ ലൈവാക്കി നിർത്തുന്നത്. അപ്പോൾ ഫിയർ നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് ഫിയർ ക്രിയേറ്റ് ചെയ്താല് നമ്മുടെ ബോഡിയും എല്ലാം സർവൈവൽ മോഡിലേക്ക് പോകും. നമ്മുടെ ട്രസ്റ്റ്, നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഓപ്പൺ ആയി മാറും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് മാനിഫെസ്റ്റേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടുന്ന നേടുന്നത്, നമ്മുടെ ലൈഫിനെ ഷേപ്പ് ചെയ്ത് വരുന്നത് നമ്മുടെ വേർഡ്സ് മാത്രമല്ല, വേർഡ്സിന്റെ കൂടെയുള്ള ഫീലിങ്സും കൂടെയാണ് കേട്ടോ. ക്ലിയർ ആയോ? യെസ്. Yes, sir. യെസ് സാർ. റിമെമ്പർ, നെഗറ്റീവ് തോട്ട്സിന്റെ ഫീലിങ്സ് ഓട്ടോമാറ്റിക്കലി വരും, പോസിറ്റീവ് തോട്ടും ഉണ്ടാകും. അതെ, അത് നമ്മളൊരു പാറ്റേൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ലൈഫിന്റെ നമ്മളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ ജീവിച്ചു പോകുന്ന കാര്യങ്ങൾ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അറിയാം, അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിനെ മനസ്സിലാക്കിയിട്ട് തോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും തോട്ടുകളും വരാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അടുത്തതാണ് എനർജി. അപ്പൊ നമ്മുടെ ഇമോഷൻ റിപ്പീറ്റഡ് ആയിട്ട് മാറുന്ന സമയത്ത് അപ്പൊ നമ്മുടെ ഉള്ളിലൊരു എനർജി ക്രിയേറ്റ് ചെയ്യും അല്ലേ? ഇവിടെ എല്ലാ വാക്കുകൾക്കും, ഇവിടെ എല്ലാം ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന എല്ലാം എനർജിയാണ് അല്ലേ? ഈ ഭൂമിയിൽ സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളും എനർജിയാണ്. എല്ലാം എനർജി കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് എനർജിയെ നശിപ്പിക്കാൻ പറ്റില്ല, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ? അപ്പോ ഇപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്ന ചില ആളുകൾ സ്പിരിച്വൽ ആയിട്ട് മാത്രം കാണേണ്ടതില്ല. ഒരാള് സ്ഥിരമായിട്ട് സ്ട്രെസ് ആണെങ്കിൽ എന്താ സംഭവിക്കാം? അവരുടെ ആ ഒരു പ്രസൻസ് തന്നെ നമുക്ക് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ? നമ്മളെ അടുത്തുള്ള ഒരാള്, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ എപ്പോഴും സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊരു ഹെവി ആയിട്ട് നമ്മളെ തന്നെ ബാധിക്കും അല്ലേ? അല്ലെങ്കിൽ ആൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായിട്ടും ഒരാളെ നെഗറ്റീവ് എനർജി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരെ അത് ബാധിക്കും അല്ലെ? ആ ഒരു എനർജി ചിലപ്പോൾ നമ്മൾ ഡൗൺ ആവാറുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? Yes. ഓ, ഉണ്ട്. ഓക്കെ. ഒരു കോൺഫിഡന്റ് ആയ ഒരാള് അല്ലേ, എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവരുടെ എനർജി എന്തായിരിക്കും? എപ്പോഴും ഹൈ ആയിരിക്കും. എപ്പോഴും ഹൈ ആയിരിക്കും. പീസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊപ്പം ഇരിക്കുമ്പോൾ നമുക്കും അവരെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ഫാമിലീസ് ഒക്കെ ഫീൽ ചെയ്യും അല്ലെ? നമ്മൾ കാണോ, നമ്മൾ ഫീൽ ചെയ്യും. നമുക്ക് അറിയാതെ തന്നെ അല്ലെ? ചില ആളുകളോട് സംസാരിക്കുമ്പോൾ, ചില ആളുകളുടെ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ, ചില ആളുകളുടെ അടുത്ത് കഴിഞ്ഞാൽ തന്നെ, ചില ആളുകൾക്ക് ഭയങ്കര ഓർമ്മകൾ പറയും അല്ലെ? ചില ആളുകളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എനർജി, ഭയങ്കര എനർജി ആയിരിക്കും. നമുക്ക് എന്തോ ഒരു ഹാപ്പിനെസ്, നമുക്ക് അതുവരെ ഇല്ലാത്തൊരു ഹാപ്പിനെസ് എന്തൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും ഇല്ലേ? അപ്പോൾ അത്തരം പീസ്ഫുള്ളായ ആളുകളോടൊപ്പം ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ എനർജി അല്ലെങ്കിൽ അവരുടെയൊക്കെ അത് ചേഞ്ച് ആവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യയിലെ ഇമോഷൻ സ്റ്റേറ്റ് നമ്മുടെ പുറമേയുള്ള പെരുമാറ്റത്തെ പോലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആ ഒരു പേടി, ഭയമുള്ള ആ ഒരു എനർജി ഉള്ള ആളുകൾക്ക് അതെപ്പോഴും ഉള്ള ആളുകൾക്ക് എല്ലായ്പ്പോഴും എല്ലായിടത്തും അത് ഇല്ലാത്തൊരു ഫീലാകും, അത് നഷ്ടപ്പെടുന്ന ഒരു ഫീലായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അബണ്ടൻസ് എനർജി ഉള്ളവർക്ക് എപ്പോഴും പോസിബിലിറ്റി കാണാം.
ഫിയർ എനർജി ഉള്ള ആളുകൾക്ക് അതെപ്പോഴും ഫിയർ ആണെങ്കിൽ ആ ഒരു എനർജി ഉള്ള ആളുകൾക്ക് എപ്പോഴും ലൈഫിനെ സ്റ്റക്കായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. കോൺഫിഡൻസ് എനർജി ഉള്ള ആളുകൾക്ക് അത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടും അല്ലേ? അപ്പൊ നിങ്ങളുടെ എനർജി നിങ്ങൾ ലോകത്തെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി നല്ല എനർജി ആയിട്ടിരിക്കുക, നല്ല ചിന്തകളായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡും നമ്മുടെ തോട്ട്, അതിൻ്റെ ഇമോഷൻസ്, പിന്നെ അതിൻ്റെ എനർജി ഒക്കെ നന്നായിട്ടിരിക്കുക. അടുത്ത പോയിന്റാണ് ആക്ഷൻ. ഇത് ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ അടുത്ത പോയിന്റാണ് സാർ ആക്ഷൻ ഇല്ല. ഇപ്പൊ നമ്മുടെ ചിന്തകൾ വന്നു, ഇമോഷൻ വന്നു, എനർജി ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കോ? എന്നിട്ട് ഇപ്പൊ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിയർ ഉള്ള ഒരു മൈൻഡ് ഉള്ള ഒരാൾ എന്താ ചെയ്യുന്നത്? ആക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരു ഇല്ല. ഫിയർ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ എന്താ ചെയ്യുന്നത്? കാര്യങ്ങൾ പോസ്റ്റ്പോൺ ആക്ഷൻ ചെയ്യില്ല, മാറ്റി എടുക്കില്ല. വെക്കുന്ന ആക്ഷൻ എടുക്കില്ല, നീട്ടി വെക്കാൻ തുടങ്ങും ഇല്ലേ? അതെ, ആക്ഷൻ എടുക്കില്ല, പല കാര്യങ്ങളും നീട്ടി വെക്കാൻ തുടങ്ങും, അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും അല്ലേ? ഇതിന് ചെയ്താൽ റെഡിയാവും, അല്ലെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടും, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ വരാൻ തുടങ്ങും. ഇതോടെ നമ്മളത് പല കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യും. നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യൂലേ? നമ്മൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോവോ, എനിക്കിത് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവോ, അങ്ങനത്തെ ചിന്തകളും നമ്മൾ ഡൗട്ടൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളവിടെ ആക്ഷൻ എടുക്കില്ല, നമ്മൾ അത് നീട്ടി വെക്കും, നാളെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അത് നീട്ടി വെക്കുക. അപ്പൊ കോൺഫിഡൻസ് ഉള്ള ഒരു മൈൻഡുള്ള ഒരാളാണെങ്കിലോ അവരത് ട്രൈ ചെയ്യും, അവരിതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും, ഓപ്പർച്യൂണിറ്റി എടുക്കാൻ തുടങ്ങും, അവര് സ്ഥിരമായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അവിടുന്ന്. അതായത് ഇപ്പൊ നമ്മളെ ആക്ഷൻ വരുന്നത് എവിടെ നിന്ന്? നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ നമ്മുടെ എനർജി ആ തോട്ട് വരുന്ന സമയത്ത് നമുക്കതിൽ അതിൻ്റെ എനർജി വന്ന് ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആക്ഷനും വരും. അപ്പൊ നമ്മുടെ തോട്ട് എന്താണ്, അതിന്റെ കൂടെയുള്ള പിന്നെ ഇമോഷൻ എന്താണ്, എനർജി എന്താണ് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് പലർക്കും തോന്നും ഞാൻ മടിയുള്ള ഒരാളാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ മടി എന്ന് പറയുന്നത് ഇഷ്യൂ ആയിട്ടില്ല, ഇതൊരു ഫിയർ ആണ് അല്ലേ? നമുക്കൊരു മടി എന്ന് പറയുന്നത് ഫിയർ ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില കാര്യങ്ങൾ ചെയ്യാൻ പേടിയായിരിക്കും, നമുക്ക് ലോ കോൺഫിഡൻസ് ആയിരിക്കും, നമ്മൾ ഫെയിലർ എക്സ്പെക്ട് ചെയ്യും അല്ലേ? നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ പരാജയം സംഭവിക്കുക എന്നുള്ളത് നമ്മളിങ്ങനെ മുൻകൂട്ടി വിധിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മള് ആ ഒരു ഫിയർ അവിടെ വരാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ഇന്റേണൽ പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ പുറമേയുള്ള ആക്ഷന് വരെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ ആക്ഷന് വരെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് അടി വരുന്നതൊക്കെ ഈ ഒരു ഫിയർ ഉള്ളത് കൊണ്ടാണ് പല കാര്യങ്ങളും. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് റിസൾട്ട്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ആക്ഷൻ എടുക്കുന്ന എന്താണ്? ഫൈനലി റിസൾട്ട് ക്രിയേറ്റ് ചെയ്യൂലേ? അപ്പൊ നമ്മൾ ചെറിയ ചെറിയ ആക്ഷന് സ്ഥിരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ ലൈഫിൽ നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ആക്ഷൻ നമ്മുടെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ ഫിയർ ആണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആക്ഷൻ എടുക്കുന്ന ഫിയറിൽ നിന്നാണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ കോൺഫിഡന്റ് അലൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണെങ്കിലോ നമുക്ക് എക്സ്പാൻഷൻ സംഭവിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിസൾട്ട് വരുന്നത് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല. നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പിൽ നിന്നും ചെറിയ ചെറിയ ആക്ഷൻ എടുക്കുന്നതിൽ നിന്നാണ് റിസൾട്ട് വരുന്നത്. അപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് അതേപോലെ ഇമോഷൻ, എനർജി, ആക്ഷൻ, ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നമ്മുടെ റിസൾട്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പറയുന്ന പോലെ പല വീഡിയോസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് മാജിക് ആയിട്ട് സംഭവിക്കുന്നതല്ല, അത് ഇതാണ് നമ്മുടെ ഇന്റേണൽ റിയാലിറ്റിയാണ് നമ്മൾ പുറമെ കാണുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അടുത്ത Yes. പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് ആണ് അവയർനെസ്. ഇപ്പൊ നമ്മുടെ ലൈഫില് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നു, നമ്മൾ പല കാര്യങ്ങളും ഫീൽ ചെയ്യുന്നു. നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? അല്ലേ, നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നു, പല കാര്യങ്ങളും ഫീൽ ചെയ്യുന്നത്, പല കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? അതാണ് നമുക്ക് പതിയെ പതിയെ റിയാലിറ്റി ആയി മാറുന്നത്. അപ്പൊ എന്താണ് പ്രശ്നം? ഇവിടെ എന്താണ് പ്രശ്നം? നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ റിയാലിറ്റി ആയി മാറുന്നു. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? എന്താണ്? നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും എന്താണെന്ന് അറിയുന്നു. നമുക്ക് വേറെ നമ്മൾ എല്ലാം തന്നെ വിശ്വസിക്കാം. നമ്മൾ Yes, sir. എന്താണ് ചിന്തിക്കുന്ന പോലും നമ്മൾ അവയറല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ എവിടൊക്കെ പോകും അല്ലേ? നമ്മൾ എന്തൊക്കെ ഒരു ദിവസം ചിന്തിച്ചു നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്. ചിലപ്പോൾ പിന്നെ ആയിട്ട് ബോധം വരുന്നത്. അപ്പൊ പറയും, ഞാൻ എന്താ ചിന്തിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കും അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ അവയറല്ല. അപ്പൊ നമ്മൾ ജീവിക്കുന്നത് അത് കോൺഷ്യസ് ആയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക് പാറ്റേൺസിലെ നമ്മൾ ഒരുപാട് സെഷനിലൊക്കെ പാറ്റേൺസിനെ കുറിച്ച് പഠിച്ചില്ലേ? അപ്പൊ നമുക്കൊരു പാറ്റേൺ ഉണ്ട്, അപ്പൊ അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ അടുത്ത ഫസ്റ്റ് പോയിന്റ് ആണ്. അടുത്ത ഒരേ ആളുകള് ജീവിക്കുന്നത് അൺകോൺഷ്യസ്ലി ആണ് ജീവിക്കുന്നത്, ബോധപൂർവമല്ല ജീവിക്കുന്നത്. എന്താണ്? നമ്മൾ പല കാര്യങ്ങളും അവയർ ആവാതെ റിപ്പീറ്റ് ചെയ്തു. രാവിലെ എഴുന്നേൽക്കുന്നു അല്ലെ, ഒന്നിലും നമ്മൾ ജീവിക്കുന്ന കാര്യം നമുക്കിപ്പോ ഒരു പാറ്റേൺ ഇല്ല. രാവിലെ എണീറ്റത് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയുള്ള ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളില്ല. നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടൊരു കാര്യമില്ല, നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടൊരു കാര്യമില്ലേ? രാവിലെ നമ്മൾ എണീക്കുന്നു, സെയിം തോട്ട്സ്, സെയിം ഇമോഷൻ, സെയിം റിയാക്ഷൻ അല്ലെ? ഒരേ കാര്യത്തിനെ കുറിച്ച് തന്നെ വറീഡ് ആവുന്നു. ഡേ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ? ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള പാറ്റേൺ മാറുന്നില്ല അല്ലേ? നമ്മൾ കോൺഷ്യസ് ആയിട്ടാണ് ജീവിക്കുന്നത് നമുക്ക് തോന്നും, പക്ഷെ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? പല ഡിസിഷനും നമ്മൾ എടുക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ പറയാം, ആരെങ്കിലും മെസ്സേജ് ലേറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്താലേ ആൻസൈറ്റി അല്ലേ? അങ്ങനെ ചിന്തിക്കും. ചെറിയ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടാവും അല്ലേ? സെൽഫ് ഡൗട്ട് ആവും. ഒരാൾ നമ്മളെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച പോലെ
ക്യാഷ് കിട്ടിയില്ലെങ്കിൽ നമുക്കുള്ളിൽ പെട്ടെന്ന് പേടി വരാൻ തുടങ്ങും. ഇതെല്ലാം കോൺഷ്യസ് റെസ്പോൺസ് അല്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വരുന്ന നമ്മുടെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു പാറ്റേൺ ആയി മാറിയിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് കാര്യങ്ങൾ, ആക്ഷൻ എടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മൈൻഡ് ഓൾറെഡി പ്രോഗ്രാംഡ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ചെറുപ്പം മുതൽ കണ്ടതും കേട്ടതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ബിലീഫ് സിസ്റ്റം എന്ന് കേട്ടിട്ടില്ല? നമ്മൾ ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു 0 മുതൽ 8 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിലാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മുടെ മൈൻഡിൽ അത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ അത് നമ്മൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ മരണം വരെ നമ്മൾ അതിലായിരിക്കും ജീവിക്കുന്നത്. ചില ആൾ പരാതി പറഞ്ഞു, സങ്കടപ്പെട്ട്, നമ്മുടെ ലൈഫിനെ കുറ്റം പറഞ്ഞു, നമ്മുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞു, അല്ലേ? അവരൊക്കെ പഴി പറഞ്ഞു എന്നും ആ ഒരു കാര്യം പറഞ്ഞങ്ങനെ മുന്നോട്ട് പോകും. നമുക്ക് അവെയർ ആയിട്ടില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു തുടങ്ങും. അപ്പൊ നമ്മുടെ ഒരു പാറ്റേൺ ആയി മാറും. നമ്മളൊരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ആ പാറ്റേണിൽ നമ്മൾ അങ്ങനെ ജീവിച്ചു പോകും. നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഓട്ടോ പൈലറ്റ് ലൈഫിലെ അടുത്ത പോയിന്റ് അതാണ് കേട്ടോ. ഓട്ടോ പൈലറ്റ് ലൈഫ് എന്താണത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിന് കൺട്രോൾ ഇല്ല. നിങ്ങളുടെ പാറ്റേൺസ് ആണ് നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് നമ്മളിൽ ഒരു കൺട്രോൾ ഇല്ല, നമ്മുടെ പാറ്റേൺസ് ആണ് നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ തീരുമാനം എടുക്കുന്നില്ല. എന്താണ്? നമ്മളൊരു തീരുമാനം എടുക്കുന്നില്ല, നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കുന്നില്ല, നമുക്കത് അറിയില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് പഴയ രീതിയിൽ തന്നെ പോകും. എന്താണോ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ പാറ്റേൺ എന്താണോ അതേപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് പോലും നമുക്കറിയില്ല. ഇത് പറഞ്ഞ പോലെ നമ്മൾ അവെയർ അല്ല നമ്മൾ എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ അല്ലേ, ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ഹാപ്പിനെസ് നിലനിർത്താൻ പറ്റാത്തത്, നമുക്ക് ടോക്സിക് സിറ്റുവേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, സെയിം ഫിയർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു സെയിം ഇമോഷണല് അല്ലേ സർക്കിളായിട്ട് ഇങ്ങനെ നമ്മളെ പിടികൂടി ഇങ്ങനെ വരുന്നു. ഇതൊക്കെ ഇതുകൊണ്ടാണ്. എന്താണ്? നമ്മുടെ ഓട്ടോ പൈലറ്റ് മോഡിലാണ്, നമ്മുടെ പാറ്റേൺ, നമ്മുടെ മൈൻഡ് നമ്മളവിടെ പ്രോഗ്രാം ചെയ്ത് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിയാലിറ്റി ചേഞ്ച് ആവുന്നതിന് മുൻപ് നമ്മൾ റിയാലിറ്റി ചേഞ്ച് ആണെന്ന് പറയാം. അപ്പൊ അതിന്റെ മുൻപ് എന്താണ്? നമ്മുടെ പാറ്റേൺ ചേഞ്ച് ആണ്. അപ്പൊ നമുക്ക് അവയർനെസ് ഇല്ലെങ്കിൽ, എന്ന് പറഞ്ഞ പോലെ അവയർനെസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാറ്റേണിനെ കാണാൻ പോലും പറ്റില്ല, ഇല്ലേ? എന്ത് ചിന്തിക്കണം എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തയാണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ, ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കുടുങ്ങിക്കിടന്ന് ഇതേപോലെ തന്നെ നാളെയും, ഇന്ന് നിങ്ങളിത് കേട്ടു പോവും, നാളെയും ഇതെല്ലാം മറന്ന് നാളെയും നിങ്ങൾ സെയിം പാറ്റേണിൽ ഇങ്ങനെ പോകാൻ തുടങ്ങും. പിന്നെ നിന്നൊരു കരകയറ്റമില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് പിന്നെ നമ്മൾ പറയില്ലേ, നമുക്ക് തൊഴഞ്ഞ പോലെ പോകുന്നില്ലെങ്കിൽ ആ ഒരു ഒഴുക്കിന്റെ ഒപ്പം പോവാന്നോ, അങ്ങനെ എന്തോ ഒരു ചൊല്ലില്ലേ, അതേപോലെ പോവാൻ തുടങ്ങും നമ്മൾ. അപ്പൊ നമ്മുടെ തോട്ട്സ് ആണ് അടുത്ത പോയിന്റ്. നമ്മുടെ തോട്ട്സ് കണ്ടിന്യൂസ്ലി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, റിയാലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു തോട്ട്സ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരിക്കൽ മാത്രം ചിന്തിച്ചിട്ട്
അല്ലെ? ഒരു കാര്യത്തിനെ കുറിച്ച് ഒറ്റ പ്രാവശ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിയാലിറ്റി ചേഞ്ച് ആവും. ഇല്ല, ആവർത്തിച്ച് ചിന്തിക്കണം. അതെ, നമ്മൾ പഠിച്ച പോലെ. റിപ്പീറ്റ് ആയിട്ട് അതെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ നമ്മളതായിത്തീരും. അതെ അതെ അതെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്മൾ തോട്ട്സ് അതിനെ കുറിച്ച് ചിന്തിക്കണം അല്ലെ? ആ ചിന്തകൾ വരണം. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ എനർജി ബിഹേവിയറും ആയിട്ട് മാറും. ആ ബിഹേവിയർ പിന്നെ എന്താണ്? റിസൾട്ട് ആയിട്ട് മാറും. അതാണ് സ്ലോലി നമുക്ക് റിയാലിറ്റി ആയിട്ട് കാണാൻ തുടങ്ങും. നമ്മൾ പല ചിന്തകളും നമുക്ക് റിയാലിറ്റി ആയിട്ട് കാണാൻ തുടങ്ങും. നമ്മൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മുടെ ലൈഫിലേക്ക് കാണാൻ തുടങ്ങുന്നത് പതിയെ ഉള്ള ഈ ഒരു ചിന്തകളാണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇമോഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഇമോഷൻ എനർജി ആയിട്ട് മാറി, എനർജി ബിഹേവിയർ ആയിട്ട് മാറി, ബിഹേവിയർ റിസൾട്ട് ആയിട്ട് നമുക്ക് മാറുന്നത്. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് എനിക്ക് പറ്റില്ല, എന്നെ ആരും വാല്യൂ ചെയ്യുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്റെ കൂടെ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ ലൈഫ് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടായിരിക്കും. എന്റെ കൂടെ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഇല്ലേ? നിങ്ങൾ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ എനിക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, തോട്ട് അതൊന്ന് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ സിഗ്നലാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഓക്കെയാണ്, ഞാൻ ഒന്നിനും അർഹനല്ല, ആരും എൻ്റെ കൂടെ ഇല്ല, എനിക്കൊരു ഹാപ്പിനെസ് ഇല്ല. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നലായിട്ട് പോകും അല്ലേ? അപ്പോൾ ബ്രെയിൻ എന്താ ചെയ്യാം? നിങ്ങളുടെ ആ ചിന്തയും ആ ഒരു എനർജിയും ആ ഇമോഷനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്താണ്? അതിനെ മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തുടങ്ങും അല്ലേ? നമ്മൾ റാസ് പഠിച്ചില്ലേ? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾക്കത് ആ റാസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ടല്ലോ, കാറിന്റെ കാര്യങ്ങൾ, വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് അത് കാണിച്ചു തരാൻ തുടങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? കോൺഫിഡൻസ് കുറയും, റിസ്ക് എടുക്കില്ല, നമുക്ക് ഓപ്പർച്യൂണിറ്റി നമ്മളെ അവോയ്ഡ് ചെയ്യും. അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന ആക്ഷൻ തന്നെ നമ്മൾ ഫിയറിൽ നിന്നായിരിക്കും, ഇല്ലേ? നമ്മൾ പേടിച്ചുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത്. ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ വർക്കൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് ചെയ്യും. അപ്പോ റിസൾട്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. അടുത്തത് അവയർനെസ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, അവയർനെസ് ഇല്ലാത്തപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നമുക്കൊരു തോട്ട്സ് വന്നാലും എന്താ നമ്മള് എന്തൊരു മൈൻഡ് തോട്ട്സ് വന്നാലും ഡിറ്റാച്ച്ഡ് നമ്മുടെ ആയാണ്. മൈൻഡ്, ഓക്കെ അതെ, നമുക്കൊരു തോട്ട്സ് വന്നാലും അവയർനെസ് ഇല്ലെങ്കിൽ എന്താണ്? നമുക്കൊരു തോട്ട്സ് വന്നാലും അത് ബിലീവ് ചെയ്യൂലേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, എന്തൊരു തോട്ടാണെങ്കിലും. പക്ഷെ അവയർനെസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്മളത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും, ആ തോട്ട് അല്ലേ? അത് നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണോ, ഇപ്പൊ ഞാൻ ഫിയർ ആണോ, അല്ലെങ്കിൽ ആക്ച്വലി ആ തോട്ട് വരുന്നത് എന്താണ്? ട്രൂ ആണോ, സത്യമാണോ എന്നുള്ളതൊക്കെ വരും. ആ പാറ്റേൺ എവിടെ നിന്നാണ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നമ്മളിലേക്ക് ആ ചിന്തകൾ വരാൻ തുടങ്ങും. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത്, അവയർനെസ്സിൽ, അല്ലെ? ചില കാര്യങ്ങൾ നമുക്ക് ഒരു ചിന്തയുടെയും ആക്ഷന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ്, ഇല്ലേ? ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ചില കാര്യങ്ങൾ നമുക്ക് പൊട്ടിത്തെറിക്കാവും അല്ലെ? ചില കാര്യങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത് ഒറ്റയടിക്ക് എടുത്തിട്ട് നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ ചില ആളുകൾ. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് വരാൻ തുടങ്ങും. അപ്പോഴാണ് അവരുടെ അവയർനെസ് ഉണ്ടാകുന്നത്. നമുക്ക് ചിന്തിക്കാൻ തുടങ്ങും, ഇപ്പൊ പ്രതികരിക്കണം, ഇപ്പൊ പ്രതികരിച്ചാൽ പണി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വരും. അപ്പൊ നിങ്ങളൊരു തോട്ട്സ് ആയിട്ട് മാറിയത് തോട്ട്സ് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പൊ ഇത് മനസ്സിൽ നിന്ന് ഇത്
മനസ്സിലായാല് നമ്മുടെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന കുറഞ്ഞു തുടങ്ങും. അടുത്ത പോയിന്റ്, നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഓവർ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളില് നമ്മളോട് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അധികം ആളുകളും പരാതികളായിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഞാൻ പോരാ, ഞാൻ ഫെയിലർ ആണ്, ഞാൻ സ്റ്റക്കാണ്, അല്ലെങ്കിൽ എനിക്ക് ലക്കില്ല, ആരും എന്നെ പരിഗണിക്കുന്നില്ല, ഇത്തരത്തിലുള്ള ഈ ഒരു ചിന്തകളെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കും? റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താ സംഭവിക്കുന്നത്? ഈ മെസ്സേജ് നമ്മുടെ മൈൻഡിലേക്ക്, ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഓക്കെ, ഈ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വരും കേട്ടോ. പറഞ്ഞ കാര്യം നേരത്തെ അവയർനെസ് 2 പ്രാവശ്യം വന്നു. ചില കാര്യങ്ങൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വരണം നമ്മുടെ ഉള്ളിലേക്ക്, അല്ലേ? കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ പ്രോബ്ലം ഇങ്ങനെ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പോരാ, ഞാൻ ഫെയിലർ ആണെന്നൊക്കെ കുറെ പ്രാവശ്യം ഇങ്ങനെ പറയുന്നു. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തീരും. അതെ, അപ്പൊ ഇത്തരം ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ സൈലന്റ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് മറ്റുള്ള ഒരു ചിന്തയിലേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ പോകും, ഇല്ലേ? അപ്പോ സൈലന്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു കോൺവെർസേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പതിയെ നമ്മൾ ആ കാര്യങ്ങൾ കാണിച്ചു തരാൻ തുടങ്ങും. റിപ്പീറ്റഡ് ആയിട്ട് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലെ? അത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങാം അവിടെ. പിന്നെ നമ്മുടെ ബിഹേവിയർ പോലും അതിനനുസരിച്ചായിട്ട് മാറും പറയുന്നു. അപ്പൊ നിങ്ങൾ പുറത്ത് പറയുന്ന വേർഡ്സിനേക്കാൾ, നിങ്ങൾ പുറമെ പറയുന്ന വാക്കുകളേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്, പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ് കേട്ടോ. നിങ്ങൾ പുറമെ പല കാര്യങ്ങൾ പറയില്ലേ, പല ആളുകളോട് സംസാരിക്കും, പല കാര്യങ്ങൾ പറയെങ്കിൽ പോലും അതിലേറെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്, അതിലേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളോട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകൾ. കാരണം എന്താണ്? നിങ്ങളുടെ ഇന്നർ ലാംഗ്വേജ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അത് കൂടുതലായിട്ട് വളരും. നിങ്ങൾ എന്തിനാണ് അറ്റൻഷൻ കൊടുക്കുന്നത് അതിനെ ബ്രെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ ബ്രെയിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കും. നിങ്ങളൊരാളിലെ, അല്ലെ, നിങ്ങളുടെ അടുത്തുള്ള ഒരാളിൽ എപ്പോഴും പ്രശ്നങ്ങൾക്കാണ് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ, നിങ്ങളെപ്പോഴും പ്രോബ്ലം ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫിയറിലാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചില ആളുകൾ ഉണ്ടല്ലോ, ചില ആളുകളുടെ തെറ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ, പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്താലും പ്രശ്നം കാണാം, എന്ത് പറഞ്ഞാലും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? എപ്പോഴും പരാതികളായിരിക്കും, അല്ലെ? ചില ആളുകൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത്, അപ്പൊ അത് കൂടുതൽ അവരിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളൊരു പ്രോബ്ലത്തിലാണെങ്കിൽ നിങ്ങളെ ബ്രെയിൻ എപ്പോഴും പ്രോബ്ലം തന്നെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ഫിയറിലാണെങ്കിലോ ആ ഫിയർ എപ്പോഴും ഉണ്ടാവും. ഓരോ കാര്യങ്ങളും നിങ്ങൾ ആക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ ആ ഒരു ഫിയർ വരാൻ തുടങ്ങും. പിന്നെ അതേപോലെ ബ്രെയിൻ പ്രശ്നമുള്ള കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. പല കാര്യങ്ങളും ഇല്ലാത്തതായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നിങ്ങളെ മുന്നിലേക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്?
നമ്മുടെ മൈൻഡ് പതിയെ അബൻഡൻസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും, ഓപ്പർച്യൂണിറ്റി കാണാൻ തുടങ്ങും, എനർജി ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഓ, നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടത്തോടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ സെഷൻ തീരില്ല, അടുത്തൊരു സെഷനും കൂടെ ആയിട്ട് എടുക്കാം. കുറേ ഉണ്ട് നമുക്കിനി. നമ്മുടെ ഐഡന്റിറ്റി, ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി ഷെയർ ചെയ്യണ്ട. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. അതിലിത് ഇവിടെ പറഞ്ഞു തീരില്ല. നമുക്കിനി അറ്റൻഷൻ അടുത്ത എനർജി ദിവസമൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സീരിയസ് ആയിട്ട് ഓക്കെ ഓക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അത് എങ്ങനെ ഐഡന്റിറ്റി ആയിട്ട് മാറുന്നു, അങ്ങനെ അതിങ്ങനെ ഡെസ്റ്റിനി ആയിട്ട് മാറുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സബ് മൈൻഡിന്റെ പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ട്. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് പറയാനുണ്ട്. നമ്മുടെ ഇമോഷണൽ മെമ്മറൈസിനെ കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിലുണ്ട്. അപ്പോൾ ഒരു 2 സെഷൻ കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കിത് അടുത്തൊരു സെഷനായിട്ട് ബാക്കി നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. അപ്പൊ താങ്ക് യു. എന്താണ് നമുക്ക് ഇത്രയും ഓക്കെ സർ. സെഷൻ കേട്ടിട്ട് എന്താണ് നമുക്കൊരു ഫീൽ ആയത്? തോട്ട്സ് തന്നെയാണ് നമ്മളെ മാറ്റം വരുത്തുന്നത്. അപ്പൊ തോട്ട്സ് ചേഞ്ച് ചെയ്യുക, നമ്മളെ അലൈൻമെന്റിൽ എത്തുക, എനർജി ഹൈ ആക്കുക. താങ്ക് യു മാം. ഈ ഡൗട്ട് അതിനുള്ളൊരു എന്തെങ്കിലും ബോധവൽക്കരണം എഴുതി ഓക്കെ. സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് ഇവിടെ ചെലവഴിച്ച് താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ചിന്തകൾ തന്നെയാണ് നമുക്ക് മാറ്റം വരുത്തുന്നത്. ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊരു നെഗറ്റീവ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജി ഡൗൺ ആവാറുണ്ട്. ചില വ്യക്തികൾ എന്നോട് പറയാറുണ്ട്, രതിമേടായിട്ട് സംസാരിക്കുമ്പോ ഞങ്ങള് ഭയങ്കര പവറായിട്ടാ, നിങ്ങളോട് സംസാരിക്കുന്ന അത്ര ഇത് ഫീൽ ഞങ്ങൾക്ക് വേറെ ആളുടെ നിന്ന് കിട്ടാറില്ല. അപ്പൊ നമ്മൾ എനർജറ്റിക് ആയി നിൽക്കുമ്പോ, നമ്മുടെ ചിന്തകൾ എനർജി ആകുമ്പോ മറ്റുള്ളവരിലേക്ക് അത് പകരുന്നുണ്ട്. അത് സാർ പറഞ്ഞ ശരിയാ, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആളുകൾക്ക് അറിയുന്നില്ല എന്ത് ചിന്തിക്കണം. കോൺഷ്യസ് മൈൻഡിലാണ് ജീവിക്കുന്നതെങ്കിലും പക്ഷെ അവര് സബ് കോൺഷ്യസ് മൈൻഡിലാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല ക്ലാസ് ആണ്. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് എത്തണം ശരിക്കും. കാരണം അവർക്ക് ഇതിനെ കുറിച്ച് അറിയണം. പലരും ചിന്തകളിൽ പെട്ട് അങ്ങനെ ജീവിക്കുകയാണ്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചിതയിൽ നിന്ന് എഴുന്നേൽക്കാം, ചിന്തയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ലെന്ന്. അപ്പോ നമ്മൾ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കണം. നല്ല ക്ലാസ് ആണ് സാറിന്റെ ക്ലാസ്. പ്രത്യേകിച്ചും നല്ലൊരു ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കൊക്കെ ഞാൻ മീറ്റിംഗിൽ എടുത്ത് കൊടുക്കുന്നതൊക്കെ പല കാര്യങ്ങളും സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന പോയിന്റുകളാണ്. അവർക്ക് അപ്പൊ അതൊരു എനർജി ആയിട്ട്. അപ്പൊ അവർ പറയും ഒരു വെറൈറ്റി ക്ലാസ് ആയിരുന്നു എന്ന് പറയുമ്പോ ഞാൻ അത് മനസ്സുകൊണ്ട് ഞാൻ സാറിനോട് നന്ദി പറയാണ്. കാരണം സാറിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരും ഒരു പോസിറ്റീവ് ആയിട്ട് നിൽക്കണം. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആർക്കെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചിന്തകൾ മാത്രമല്ല, നമ്മളെ എനർജി ഹൈ ആയി കഴിഞ്ഞാൽ നമ്മളടുത്ത് നിൽക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞു, ചില ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. ചില ആളുകൾക്ക് തന്നെ നമുക്ക് ഡൗൺ ആവാറുണ്ട് അല്ലേ? അവരുടെ എനർജി നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓറ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ ഷൈമ മാം, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? വൈകാതെ തന്നെ ബാക്കി ഭാഗം നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ സർ. സാറിന്റെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഇനി കൂടുതൽ കുറെ കാര്യങ്ങൾ ഇനി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. ഒരു സെഷൻ കൊണ്ട് തീരാണെങ്കിൽ ഈ സെഷൻ കൊണ്ട് തീർക്കാനില്ലെങ്കിൽ 2 സെഷനും കൂടെ ഇതിനെ കുറിച്ച് എടുക്കേണ്ടി വരും. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ. ഗോഡ് ബ്ലസ് യു. ഈ വിലപ്പെട്ട അറിവുകൾ ഞങ്ങളിലേക്ക് എത്തിച്ചതിൽ നന്ദി. അൽഹംദുലില്ലാ. അടുത്ത സെഷൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും കിട്ടുന്ന